കാക്കര സ്കൈലൈൻ ഫ്ലാറ്റിലെ സ്വിമ്മിംഗ് പൂളിനുള്ളിൽ 17 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഫ്ളാറ്റിൽ നിന്നും വീണതാണെന്നാണ് പ്രാഥമിക സൂചന. തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിന് സമീപത്തെ സ്കൈലൈൻ ഫ്ലാറ്റിലെ സ്വിമ്മിംഗ് പൂളിലാണ് 17 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെ ആയിരുന്നു ഈ സംഭവം. സംഭവ സ്ഥലത്തേക്ക് നിലവിൽ തൃക്കാക്കര പോലീസ് എത്തി. അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിന് സമീപത്തുള്ള ബിൽഡിങ്ങിലുള്ളവരായിരുന്നു ഇത്തരത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം ആദ്യം കണ്ടത്. പിന്നീട് ഫ്ളാറ്റിലുള്ളവരെ അറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് ഉടൻ തന്നെ പോലീസ് എത്തുകയും മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഫ്ളാറ്റിലെ 18ാം നിലയിൽ ഈ കുട്ടിയുടെ വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഒരു അപകടമാണ് പ്രാഥമിക നിഗമനം ഉള്ളത്. അതേസമയം തന്നെ ഇവിടെ ഈ ഫ്ളാറ്റിലുള്ളവരും ഒപ്പം തന്നെ രക്ഷിതാക്കളും വലിയ ഘട്ടത്തിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. IT ജീവനക്കാരാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ കൂടിയായിരുന്നു കുട്ടി ആ ഫ്ളാറ്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയോടെ ഒരു 7 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം, അതായത് ഈ കുട്ടിയുടെ മൃതദേഹം ഈ ഒരു ഫ്ളാറ്റിന്റെ സ്വിമ്മിംഗ് പൂളിൽ കണ്ടെത്തിയത്. ശരി.